കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫോർ BPHCT 133 BCM ലേണേഴ്സിന് വേണ്ടിയിട്ടാണ്, BSc മൾട്ടി ഡിസിപ്ലിനറി എടുത്ത ലേണേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ എടുത്തവര്, അല്ലെങ്കിൽ ഫിസിക്സ് ഏതെങ്കിലും ഒരു മേജർ ഇതിൽ വരുമ്പോൾ ഫിസിക്സ് ഒരു കോമ്പിനേഷൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ഉള്ളത്. അത് ഏതൊരു കോമ്പിനേഷനിൽ വന്നാലും നമ്മൾ ഇത് തന്നെയായിരിക്കും, ഈ ഒരു പേപ്പർ തന്നെയായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവാം. ഈ ഡിസംബറിലേക്ക് വരാൻ പോകുന്ന എക്സാമില് പ്രിഡിക്റ്റഡ് ആയിട്ട് നമ്മളൊരു ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഈ ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് സിലബസ് ഓൾറെഡി ബ്ലോക്സും യൂണിറ്റ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. വെക്ടർ അനാലിസിസ് തൊട്ട് ഇലക്ട്രോ മാഗ്നറ്റിസം വരെ, അതായത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസത്തിനെയും ഒരുമിച്ച് കാണുന്ന ഒരു പോയിന്റ് വരെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ്? സാധാരണ നിങ്ങൾ ചോദിക്കാറുണ്ട്, മാം ഈ ബ്ലോക്കിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഈ ബ്ലോക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണോ, നമുക്കിത് സ്കിപ്പ് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് സിലബസ് മാപ്പിംഗ് വഴി കിട്ടുന്നതായിരിക്കും. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു മേജർ കൺസേൺ ആണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എത്ര മാർക്കായിരിക്കും ഓരോന്നിനൊക്കെ ഉണ്ടാവുക, നമുക്ക് അതിന് ചോയ്സ് ഉണ്ടാവോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതും ഈ പറഞ്ഞതുപോലെ ഒരു മേജർ കൺസേൺ ആണ് നിങ്ങളുടെ. അതായത് നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു പ്രോബബിലിറ്റി ഉണ്ടോ വരാനായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഈ ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂല് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ദെൻ വിൽ ഗോ ഫോർ ദ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. അതായത് ഇത്രയും നേരം നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് ഏതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ള ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ കൂടുതൽ ജസ്റ്റ് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മോസ്റ്റ്ലി പറഞ്ഞതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തായിരിക്കും ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അത് മോസ്റ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ദി ടഫസ്റ്റ് പേപ്പർ ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ടു മേക്ക് ഇറ്റ് ദി ടഫസ്റ്റ് പേപ്പർ, സോ ദാറ്റ് നിങ്ങൾ ഏറ്റവും ടഫ് പേപ്പർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ഒക്കെ നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ വിൽ ഗോ ഫോർ എ മെത്തഡോളജി കോൾ ഔട്ട്. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എപ്പോ മുതൽ എപ്പോ വരെ ആയിരുന്നു നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കും മെത്തഡോളജി കോൾ ഔട്ടിൽ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇനി ഡയറക്ട്ലി മൂവ് ചെയ്യാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹോൾ പേപ്പറിനെ ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ബ്ലോക്ക് പിന്നെ യൂണിറ്റ് ആവുന്നു, യൂണിറ്റ് പിന്നെ ടോപ്പിക് ആവുന്നു, പിന്നെ അത് എത്ര തവണ അപ്പിയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ബ്ലോക്ക് 1 എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് 1 വെക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ വൈസ് നോക്കുന്നത്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്താണത്? ഗ്രേഡിയന്റ് ആൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ളൂ. ലോ റെലവൻസ് ആണ്. ഈ റെലവൻസ് റേറ്റ് നിങ്ങൾ വിട്ടേക്കൂ. ഓക്കെ, റെലവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ റെലവൻസ് ചെയ്തിരിക്കുന്ന ജസ്റ്റ് സീ ദ അപ്പിയറൻസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പിയർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ആകെ കൂടെ 5 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ഉള്ളൂ. ആ 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പ്രാവശ്യം അപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് എ ബിഗ് കൗണ്ട് അല്ലെ? നമ്മൾ 3 പ്രാവശ്യം പറഞ്ഞാലും അത് കുറച്ചും കൂടി ഏരിയയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഓൾവേസ് ലുക്ക് ഫോർ ദിസ് appearance count, okay, rather than going for the relevance. Relevance is also equally important, but we must make sure this appearance is having
ഹയർ റെലവൻസ്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 1 വീണ്ടും വെക്ടർ അനാലിസിസിലെ യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ ഡൈവേർജൻസ് ആൻഡ് കേൾ, അത് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഡൈവേർജൻസും കേളൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഇപ്പോഴായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പുതിയൊരു കാര്യം പഠിച്ചാൽ എന്തായാലും ചോദിക്കുമല്ലോ. പിന്നെ ലൈൻ ഇന്റഗ്രൽ ആൻഡ് വർക്ക് ബൈ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയും, അത് 4 തവണ. അപ്പൊ ഈ ഗ്രേഡിയൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവും ലൈൻ ഇന്റഗ്രൽ ആൻഡ് വർക്ക് ബൈ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 7 തവണ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ. പിന്നെ സ്റ്റോക്സ് തിയറം, സർഫസ് ഇന്റഗ്രൽസ്, ഗോസസ് തിയറം ഓൺ സർഫസ്, കൂളംസ് ലോ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, ഗോസസ് ലോ ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ്, പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഡൈപോൾ. ഇങ്ങനെ നോക്കുമ്പോഴത്തേനും എന്താണ് ഗോസസ് ലോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന ഒരാള് ഗോസസ് ലോ അറിയാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അബ്സർഡ് തിങ്. അതറിയാതെ നിങ്ങൾ ഇനി എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എപ്പോഴും എന്താണ് ഗോസസ് ലോ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ബ്ലോക്ക് 1 ചെയ്യുന്നത്, വെക്ടർ അനാലിസിസിൽ ചെയ്യുന്നത്. വെക്ടറിനെ പറ്റി നിങ്ങളോട് പറയുന്നതിന് മുമ്പ് വെക്ടർ എന്താണെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതാണ് ഇത്. ഇപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ആക്ച്വലി പ്രിപ്പറേഷൻ ഫോർ ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ഫർദർ. എന്ത് ബ്ലോക്ക് ആണ് വരുന്നത് അതിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം നിങ്ങൾ അതും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. ഈ ടേബിൾ നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 24 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ പൊട്ടൻഷ്യൽ ഓഫ് എ കണ്ടിന്യൂസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ കോആക്സിയൽ മീഡിയം, ആ ഒരു സംഭവം 8 തവണ ചോദിച്ചിട്ടുണ്ട്. 8 തവണ 24 തവണ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 24 തവണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കപ്പാസിറ്റൻസിന്റെയും കോമ്പിനേഷൻസിന്റെയും ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളതാണ്. റെലവൻസിനേക്കാൾ കൂടുതൽ ഞാൻ അതാണ് കൗണ്ട് നോക്കി പഠിക്കാനായിട്ട് പറഞ്ഞത്. ആംബിയസ് ലോ, സോളനോയിഡിന്റെയും ടൊറോയിഡിന്റെയും വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത്. 17 തവണ ചോദിച്ചിട്ടുണ്ട്. ഫാരഡേസ് ലോസ് ആൻഡ് ലെൻസസ് ലോ 8 തവണ ചോദിച്ചിട്ടുണ്ട്. ദോ ഇറ്റ് ഇസ് ഗോയിങ് ഫോർ എ മീഡിയം റെലവൻസ്. മീഡിയം റെലവൻസിലാണെങ്കിൽ ഞാൻ പറയും ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഡിസംബർ എക്സാം ആകുമ്പോഴത്തേനും നിങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല, യു ആർ ലിറ്ററലി ക്ലൂലെസ് ആണെന്നുണ്ടെങ്കിൽ ടേക്ക് ദിസ് ടേബിൾ ആസ് എ ഹോൾ ആൻഡ് സ്റ്റഡി ഓൾ ദോസ് പോർഷൻസ്. ഓക്കെ, നിങ്ങൾ അതിൽ റെലവൻസ് ഒന്നും നോക്കണം, നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് പഠിച്ചോളൂ ഇതിൽ കൊടുത്തിരിക്കുന്നതല്ല. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നതിൽ ഇലക്ട്രോ മാഗ്നറ്റിസ് വേവിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ പറ്റി കംപ്ലീറ്റ് ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് വെക്ടർ അനാലിസിസും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസവും എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു 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 എന്താ പറയാ ഒരു ഫൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഏറെക്കുറെ സെയിം സ്കെയിലാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ വെക്ടർ അനാലിസിസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യാതെ ഈ ഏരിയയിൽ നിന്ന് നോക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ മീഡിയം ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം അതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങള് സ്വതവേ ഉള്ള നമ്മുടെ ഒരു ശീലാണ്, നമ്മൾ ആദ്യത്തെ കുറച്ച് ബ്ലോക്ക് പഠിച്ചിട്ട് പോകും, എന്നിട്ട് ഇതങ്ങ് സ്കിപ്പ് ചെയ്യും. ഏത് 3ഉം 4 ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, പാസ് മാർക്ക് കൂടെ നമുക്ക് കിട്ടില്ല. നേരെ മറിച്ച് ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ബ്ലോക്ക് 2 നിങ്ങൾ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താവും, പാസ്സാവും, പക്ഷെ നല്ല ഹയർ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് കിട്ടിയില്ല എന്നത്. അപ്പൊ അങ്ങനെ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്, ഏതൊക്കെ ഇതിന് എത്രയൊക്കെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ. നിങ്ങളിപ്പം ഹീറ്റ് മാപ്പ് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി നോർമൽ. അത് ജസ്റ്റ് ഒരു എന്താ പറയാ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് മാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ അതെല്ലാം നിങ്ങൾ ബോക്സ് നോക്കി പഠിച്ചെങ്കിൽ അതായാലും മതി. അപ്പൊ ഇനി ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, കപ്പാസിറ്റൻസ് ആൻഡ് കോമ്പിനേഷൻ, ആംബിയസ് ലോ വിത്ത് സോളിനോയിഡ് ഓർ ടോറോയിഡ്, ഗോസസ് ലോ ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇതൊക്കെ റെക്കറിംഗ് ആയിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടും ന്യൂമറിക്കൽസിലും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഏരിയയിൽ. EM ആൻഡ് വെക്ടർ ടൂൾസ് എന്നാണെന്നുണ്ടെങ്കിലോ EM വേവ് എക്സ്പ്രഷൻസ് ആൻഡ് ED റിലേഷൻസ്, ഫാരഡേ ആൻഡ് ലെൻസസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്, വെക്ടർ കാൽക്കുലസിന്റെ തിയറംസ്, സ്റ്റോക്സ് തിയറും ഡൈവേർജൻസ്, അതിന്റെ ഡൈവേർജൻസ് തിയറും, അതൊക്കെ ലൈൻ ഇന്റഗ്രൽസ്, ഇതൊക്കെ
കുഞ്ഞു കുഞ്ഞു പ്രൂഫ് സ്റ്റൈൽസ് ആയിട്ടോ അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ ന്യൂമറിക്കൽസിലാണ് കൂടുതൽ ഇതിന്റെ ഒരു ഫ്ലുവൻസി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു എക്സ്പ്രഷൻസ് എഴുതാനും എടുക്കാനും ഒക്കെ. ഓക്കെ, ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താ നോക്കിയത്, സിലബസിനകത്ത് എന്തൊക്കെയുണ്ട്. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിരിക്കും അല്ലെ. ഷോർട്ട് ആൻസർ എന്ന് വെച്ചാൽ 3 മാർക്സിന്റെ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് എബിലിറ്റി ആയിരിക്കും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക? നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറെ എസ് എഴുതാൻ അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു കാര്യം ചോദിക്കുക, ഇപ്പൊ ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഫിസിക്കൽ റെലവൻസ് എന്നാണ് അറിയേണ്ടത്. നിങ്ങൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് വരെ നിങ്ങൾക്ക് എഴുതാൻ അറിയായിരിക്കും, സൂചിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻസ്. ഇപ്പം ഞാൻ എന്റെ ലേണേഴ്സിനോട് മോസ്റ്റ്ലി പറയാറുള്ള ഒരു കാര്യമാണ്, പൊതുവെ നിങ്ങളൊരു ഇക്വേഷൻ പഠിക്കുമ്പോൾ ഡു സ്റ്റഡി ഇറ്റ്സ് ഫിസിക്കൽ റിലവൻസ്. ഫിസിക്കൽ റിലവൻസ് എസ്സേയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടല്ല, കൺസെപ്ച്വൽ ആയിട്ട് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനാണ് എപ്പോഴും ഫിസിക്കൽ റിലവൻസ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഫിസിക്കൽ റിലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷനും കൂടെ എഴുതിയിട്ട് അയച്ചു തരുന്നത്. വൈ? ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് നമ്മൾ ആ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ തന്നു, ഒരു സിസ്റ്റം തന്നു. ആ സിസ്റ്റത്തിനകത്ത് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതൊക്കെ കൺസെപ്ച്വൽ ആയിട്ട് വരുന്നതാണ്. അത് ഷോർട്ട് ആൻസറിലും വരാം, അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഓർ ഷോർട്ട് നോട്ട്സിലും വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ്, പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, പിന്നെ 10 മാർക്കിന്റെ ലോങ് എസ്സേ എന്ന് പറയാൻ പറ്റത്തില്ല, ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കുറച്ച് ആഡ് ഓൺ ചെയ്തൊക്കെ വരണം. ഇതിൽ ഫ്രീക്വൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം 3 മാർക്കില്, 5 മാർക്കില്, 10 മാർക്കിലൊക്കെ ആയിട്ട് അവർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ 10 മാർക്കിന്റെ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ അയ്യോ ഒരുപാട് ന്യൂമറിക്കൽ ചെയ്യണോ? നോ, കോമ്പിനേഷൻസ് ചോദിക്കും. ആദ്യം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിൽ നിന്നുള്ള ആൻസർ എടുത്തിട്ട് അതിൽ നിന്ന് അതിന്റെ എ വാല്യൂ, ബി വാല്യൂ, സി വാല്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റിൽ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും 10 മാർക്സിന്റെ ന്യൂമറിക്കൽസ് എന്ന്. എവിടെയും പോകണ്ട അതിന്. ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ പ്രോബ്ലംസും മാത്രം പഠിച്ചാൽ മതി. അതാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയുന്നത്. ഗോ ഫോർ ദ ടെർമിനൽ ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സാമ്പിൾ പ്രോബ്ലംസ്. ഇതിൽ നിന്ന് നിങ്ങൾ എക്സ്ട്രാ റെഫറൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. പിന്നെ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ സോളിനോയിഡിന്റെ ടൊറോയിഡിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇക്വേഷൻ, അത് നോർമൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള പാർട്ടിൽ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് അതാണ്. കൺസെപ്ച്വൽ ഓർ ഷോർട്ട് നോട്ട്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സെയിം പോലെ വരുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടാനെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓരോ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. പിന്നെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മീഡിയം ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്, ശേഷം വെക്ടർ അനാലിസിസ്, അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്ന റേറ്റ് നോക്കിയപ്പോൾ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും ഈ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടേബിൾ, സിലബസ് മാപ്പിംഗിന്റെ ടേബിൾ റെഫർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിൾ റെഫർ ചെയ്യുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ഒരു പാറ്റേൺ അനാലിസിസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നതിന് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണുള്ളത്.
അതുപോലെ തന്നെ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ കൂടി കുറഞ്ഞ് ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് ട്രെൻഡ് ആണ്. അതുപോലെ തന്നെ കൺസെപ്ഷൽ ഓർ ഷോർട്ട് നോട്ട് അതിനും ഏറെക്കുറെ ഒരു എന്താ പറയാ ഒരു നോർമൽ ട്രെൻഡ് ആണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ ഒരു 50 മാർക്കിന്റെ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കേണ്ടത് ഏതിനാണ്? 10 മാർക്കിന്റെ എസ് ഒക്കെ എഴുതുന്നതിനാണ് കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷെ ആ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇരുന്ന് ആലോചിച്ച് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല. നേരത്തെ പഠിച്ചിട്ട് വന്നത് എഴുതാനുള്ള സമയമാണ് എടുക്കേണ്ടത്. പിന്നെ സമയം എടുക്കുക ന്യൂമറിക്കൽസിലാണ്. ന്യൂമറിക്കൽസിൽ എന്തായാലും സമയം എടുക്കും. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവണം, ടോപ്പിക്സ് എഴുതെടുക്കണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കണം. എനിക്ക് കുറച്ച് സമയം എടുക്കും. ദാറ്റ് ഇസ് ഓക്കെ. അവിടെ നിങ്ങൾക്ക് ആലോചിക്കാൻ നിങ്ങൾ സമയം എടുത്താലും ഇറ്റ്സ് വെരി ഫൈൻ. അത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. Then give 5 minutes buffer time. Buffer time in the sense, I'll say you go for a 10 minutes time. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂമറിക്കൽസിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റെഴുതി വെക്കാനുള്ള ചാൻസസും ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റെഴുതുന്ന ആൾക്കാരാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമ്മൾ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാം, ബട്ട് അതിനകത്ത് അവർ ഏതെങ്കിലും വാല്യൂ മാറ്റിയിട്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അത് പ്രാക്ടീസിന്റെ കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രാക്ടീസ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ശരിയാവും. അതില്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ മാറ്റി എഴുതണം എന്നുണ്ടെങ്കിലും ഈ 10 മിനിറ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിപ്പോ നിങ്ങൾ പാസ് മാർക്ക് ഉദ്ദേശിച്ച് പഠിക്കുന്നവരാണെങ്കിലും ഹൈ മാർക്സ് എക്സ്പെക്ട് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിലും ഇത് സെയിം തന്നെയാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് എന്റെ എല്ലാ ലേണേഴ്സിനും ഹൈ മാർക്സ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലാണ് അത് പറയുന്നത്. പിന്നെ ടോപ്പ് 10 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം, പിന്നെ നമ്മുടെ EM വേവ്സിന്റെ പാരാമീറ്റേഴ്സ്, വി, ലാംഡ, പോയിന്റിംഗ് സ്പെക്ടർ, അതൊക്കെ വരുന്നത്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷന്റെ എന്തായാലും ചെയ്ത് പഠിക്കണേ. ഡയലക്ട്രിക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ അത് ചെയ്ത് പഠിക്കണം, നിർബന്ധമാണ്. പിന്നെ ആംബിയസ് ലോ, സോളിനോയിഡ്, ടറോയിഡ് എന്ന് പറയുന്നത്, പിന്നെ ഗോസസ് ലോ, ഫാരഡേസ് ലോ, ഇലക്ട്രിക് ഡൈപോള്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഗ്രേഡിയന്റ്, അങ്ങനെ പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്. അതില് അപ്പിയറൻസസും ആവറേജ് മാർക്കും. ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കിയില്ലെങ്കിലും ഈ ഫ്രീക്വൻസി ടേബിൾ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇത് കിട്ടും. അപ്പൊ വിഷ്വലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52% എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസ് 47%. ഈ അല്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെർമിനൽ എൻഡിലെയും എക്സാമ്പിൾ പ്രോബ്ലത്തിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് അതൊരു വലിയൊരു കൺസേൺ അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും നോക്കിയെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പ്. പിന്നെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ ഒരു ഡാറ്റ ഹൈജീൻ എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഹൈജീൻ എന്നൊക്കെ പറയും. അതായത് ഈ ന്യൂമറിക്കൽസ് എഴുതുന്ന സമയത്ത് എന്താ പറയാ, എന്തൊക്കെയാണ് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് എടുത്ത് എഴുതുക വിത്ത് യൂണിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ആൻസർ എഴുതുമ്പോഴും വിത്ത് യൂണിറ്റ്സിന് SI ഫോർമാറ്റിൽ എഴുതണം. അതായത് ഇപ്പൊ നിങ്ങൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ, ഫോഴ്സ് കണ്ടുപിടിച്ച് F=20 എന്ന് പറഞ്ഞാൽ ഏത് 20? F=ഏത് 20 ആണ്? 20 ന്യൂട്ടൺ ഇട്ടാലാണ് അത് ഫോഴ്സ് ആവുള്ളൂ. അല്ലെങ്കിൽ 20 മീറ്റർ എന്ന് എനിക്ക് വായിച്ചൂടെ, 20 സെന്റിമീറ്റർ എന്ന് എനിക്ക് വായിച്ചൂടെ. സോ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ ഇതാക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പേര് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പൊ എന്റെ പേരാണെന്നുണ്ടെങ്കിൽ മാധവി. അപ്പൊ മാധവി എന്ന് പറഞ്ഞാൽ ഏത് മാധവി? മാധവി C, അല്ലെങ്കിൽ എന്റെ ഫുൾ നെയിം ഇട്ടാലാണ് ആൾക്കാർക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഒരുപാട് മാധവിമാരുണ്ട്. അതിൽ എന്നെ മാറ്റി നിർത്തുന്നത് എന്താണ്? എന്റെ സർനെയിമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അത് നമ്മുടെ നേരത്തെ ടേബിളുമായിട്ട് നല്ല കമ്പാരബിൾ ആയിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡൈവേർജൻസ് ആൻഡ് കേള്, ലൈൻ ഇന്റഗ്രൽ ആൻഡ് വർക്ക് ഫീൽഡ് എന്നൊക്കെ പറയുന്നത് നല്ല ഹൈ റെലവൻസ് ആണ്. ഇതിപ്പോ നോക്കുമ്പോഴത്തേക്കും മിക്കതും ഹൈ റെലവൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഹൈ ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹൈ ലോ നിങ്ങൾ വിടൂ, നിങ്ങൾ പ്രോബബിലിറ്റിയുടെ പെർസെന്റേജ് നോക്കിയാൽ മതി. ഓക്കെ, പ്രോബബിലിറ്റിയുടെ പെർസെന്റേജ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പിയറൻസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻടു 100 അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഈ പേപ്പേഴ്സ് ഈ ഒരു ടേബിളും കൂടെ നോക്കിയാൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഓരോ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
ഇനി നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചിലർ ഓഫ് സയൻസ് ഡിസംബർ ടെർമിനലിന്റെ എക്സാമിനേഷൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം 2 മണിക്കൂറിന്റെ പേപ്പറാണ്. 50 മാർക്സ് ആണ് കിട്ടുന്നത്. ആൻസർ ഇനി 5 പാർട്സ്, അതായത് ഇപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ഇതാക്കാനാണ്. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡെൽഎഫ് കണ്ടുപിടിക്കാനാണ്, അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട് എലോങ് ദിസ് പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പൊ ആദ്യം ഡെൽഎഫ് കണ്ടുപിടിക്കുക, അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ്. കണ്ടോ, പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളപ്പോ ഡെൽഎഫ് എന്താണെന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് ചെയ്യാനായിട്ട് പഠിക്കണം. ഇനി വെക്ടർ ഫീൽഡിന്റെ ഒരു ഫോഴ്സ് ഫീൽഡ് തന്നിട്ടുണ്ട്. ഡെൽ ഡോട്ട് എഫും ഡെൽ ക്രോസ് എഫും അറ്റ് 111 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവാലുവേറ്റ് ലൈൻ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എ തന്നിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈനിന്റെ പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ആ സ്പെറിക്കൽ ഗോസിയൻ സർഫസ് റേഡിയസ് തന്നിട്ടുണ്ട്, ചാർജ് ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്, ഔട്ട്വേർഡ് ഫ്ലക്സ് തന്നിട്ടുണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കൂളംബ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, എന്നിട്ട് ചാർജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നു. പിന്നെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അത് എന്താ പറയാ, പാരലൽ സീരീസ് പെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്. അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ലോങ് സ്ട്രേറ്റ് വയറിൽ കറണ്ട് തന്നിട്ടുണ്ട്. ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് 6. അപ്പൊ ആദ്യം ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ നോർമൽ ആയിട്ട് അറിയാം. ബി ഇസ് ഈക്വൽ ടു μ0I/2 πr എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ലേ? μ0I/2r എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന. ഇനി ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യൂണിഫോം ക്രോസ് സെക്ഷന്റെ നമ്മുടെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ഇൻ ടു ദ പേജ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ ടു ദ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻ ടു ദ പേജ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് നമ്മുടെ B0 അത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഇതെല്ലാം ന്യൂമറിക്കൽസ് ആണ് കേട്ടോ, കുഞ്ഞു ന്യൂമറിക്കൽസ് ആണ് ഇത്. 3 മാർക്കിന്റെ ന്യൂമറിക്കൽസ് ആണ്. വലിയ കഷ്ടപ്പാട് പിടിച്ച പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 5 ചെയ്താൽ മതി. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും 5 കണ്ടുപിടിക്കുക. പക്ഷെ ഇതിനിപ്പോ 5 മാർക്ക് ഉണ്ട്. എഫ് ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കണം. എഫ് തന്നിട്ടുണ്ട്, എന്നിട്ട് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട്, പിന്നെ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു കുഞ്ഞ ഡെറിവേഷൻ ആണ് കേട്ടോ, പിന്നെ അതുപോലെ തന്നെ വരുന്ന ഇതൊരു കുഞ്ഞ ഡെറിവേഷൻ ചോദിച്ചിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ ഡെറിവേഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മുടെ ദ ഫേമസ് ബയറ്റ്-സാവേർട്ട്സ് ലോ അറ്റ് ദ സെന്റർ ഓഫ് ദ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആംപിയർ സർക്യൂട്ട് ലോ, ആംബിയസ് ലോയില് ആംബിയർ ലോ സോളിനോയിഡിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഏരിയ ആണ് ഇത്. പിന്നെ നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ബിറ്റ്വീൻ ഈ ഒരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ വാല്യൂ കിട്ടിയാൽ അത് ഈക്വൽ ടു ഷോയിങ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഷോ ദാറ്റ് ആകുമ്പോഴത്തേനും ബൈ ലൈൻ എഴുതാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നെ പോയിന്റിംഗ് വെക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ. ഇനി ആൻസർ ഇനി 1 പാർട്ട് എന്നുള്ളതാണ്. അതായത് 2 കോമ്പിനേഷൻ ഉണ്ട്, ESA അല്ലെങ്കിൽ ESA. ഒന്ന് ഗോസസ് ലോനെ ബേസ് ചെയ്ത് വരുന്നതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 പിന്നെ ഒന്ന് ബയറ്റ്-സാവേർട്ട്സ് ലോയിൽ വരുന്ന ഇലക്ട്രിസിറ്റിന്ന്, ഒന്ന് മാഗ്നറ്റിസത്തിന്. മാഗ്നറ്റിസം നന്നായി പഠിച്ച ആളാണെങ്കിൽ ബയറ്റ്-സാവേർട്ട്സ് ലോയും മാക്സ്വെൽ പാരഡൈസ് ലോയും എഴുതുക. ഇനി അതല്ല നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന എന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഇത് വളരെ എക്സ്ട്രീംലി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. അത് അറിയില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക്, നിങ്ങളത് പഠിച്ചിരിക്കണം, മനസ്സിലായോ? അതിന്റെ സൈൻ കൺവെൻഷനും കാര്യങ്ങളൊക്കെ നോക്കുക. കണ്ടു, ഇത്ര ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയക്കകത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ BSc മൾട്ടി ഡിസിപ്ലിനറി ലേണേഴ്സിനും എന്റെയും ലേൺവൈസിന്റെയും വക ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഫോക്കസ് ചെയ്യുക, കാമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിലാക്കി എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം.
കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.